ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീനയെ മാറ്റിയ നടപടിയിൽ സർക്കാരിന് തിരിച്ചടി. നടപടി സ്റ്റേ ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഡോക്ടർ റീന നൽകിയ ഹർജിയിലാണ് ഈ നടപടി. നിയമവ്യവസ്ഥയ്ക്ക് നന്ദിയെന്ന് ഡോക്ടർ റീനയുടെ പ്രതികരണവും വന്നിട്ടുണ്ട് വാട്സ്ആപ്പ് സ്റ്റാറ്റസായി. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. റിനു, ഏറെ ചർച്ചയായ ഈ പുതിയ സർക്കാർ വന്ന ശേഷമുള്ള സ്ഥലമാറ്റത്തിൽ ഏറെ ചർച്ചയായ വിഷയമാണ് ഡോക്ടർ റീനയുടെ ഈ സ്ഥലമാറ്റം. അത് സ്ഥലമാറ്റത്തിലുപരി അതൊരു തരം താഴ്ത്തൽ നടപടിയാണെന്നൊക്കെയുള്ള വിശേഷങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ റീനയ്ക്ക് ആശ്വാസമായി അത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നും. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? പ്രജിൻ, അനുജ, സംസ്ഥാനത്ത് പകർച്ചവ്യാധികളൊക്കെ തന്നെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് ഒരു സ്ഥലമാറ്റം ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ ചർച്ചയാകുന്നു. ഈ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ലീവിന് അപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു സ്ഥലമാറ്റം എന്നൊക്കെയാണ് വിശദീകരണമായി വന്നത്. സംസ്ഥാന സർക്കാരുമായി ഒരു തരത്തിലുള്ള ഒരു സഹകരണം KJ റീനയിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞത്. പക്ഷേ 15 ദിവസത്തോളം ഈ പകർച്ചവ്യാധികളൊക്കെ തന്നെ പടരുന്ന സാഹചര്യത്തിൽ ഇവർ ലീവ് എടുത്തു പോകുവാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ പശ്ചാത്തലത്തിലാണ് സ്ഥലമാറ്റം നടപടി എന്നുള്ളതാണ്. പക്ഷേ അത് ഉത്തരവിൽ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞെങ്കിൽ ഇവരുടെ ലീവ് ആപ്ലിക്കേഷൻ 2.5 ദിവസം മാത്രമാണ് എന്നുള്ളത് പിന്നീട് പുറത്തു വരുന്നു. വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നു, വിവാദമാകുന്നു. എന്തായാലും സ്ഥലമാറ്റ ഉത്തരവിന് എതിരെ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ KJ റീന ഹർജി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ട്രൈബ്യൂണൽ ഇപ്പോൾ സർക്കാരിന്റെ നടപടിയെ സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സ്ഥാനത്തേക്ക് ഇവർക്ക് തന്നെ, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തേക്ക് KJ റീനയ്ക്ക് തന്നെ തുടരാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ എറണാകുളത്ത് പബ്ലിക് ഹെൽത്ത് ലാബ് സർവീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാനത്തേക്കാണ് അവരെ സ്ഥലം മാറ്റിയിരുന്നത്. അഡീഷണൽ ഡയറക്ടർക്ക് ചുമതല നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ആരോഗ്യ വകുപ്പിന് വലിയ തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആരോഗ്യ വകുപ്പ് മന്ത്രിയായി K മുരളീധരൻ ചുമതലയെടുത്തതിനു ശേഷം ഈ പകർച്ചവ്യാധികളൊക്കെ തന്നെ പടർന്നു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങളൊക്കെ തന്നെ ഉയർന്നു, നിപ്പയുമായി ബന്ധപ്പെട്ടൊക്കെ. അതിനുശേഷം ഏറ്റവും വലിയൊരു വിവാദം എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം തന്നെയാണ്. അതിൽ വലിയ രീതിയിൽ കർശനമായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് മന്ത്രി അടക്കം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, ശബരിമലയിൽ ഡോക്ടർമാരെ നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇടപെടൽ ഈ ഡയറക്ടർ DHSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അതിന്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു സ്ഥലമാറ്റം എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. എന്തായാലും സ്ഥലമാറ്റ ഉത്തരവിനെതിരെ ഹർജി സമർപ്പിച്ചു. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്തായാലും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഹർജിയിന്മേലാണ്, അതായത് KJ റീനയുടെ ഹർജിയിന്മേൽ സർക്കാരിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പോയിരിക്കുന്നത്. ഇതിലിപ്പോൾ റിനു, നമുക്കറിയാം തുടക്കത്തിൽ ഈ അവധി അപേക്ഷയുടെ കാര്യം അത് പിന്നീട് അങ്ങനെയല്ല എന്നതിന്റെ രേഖകൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. ആ കാര്യം പിന്നീട് ഉത്തരവിൽ ഉണ്ടായിരുന്നുമില്ല. 2 മാസത്തെ അവധി ഇത്ര പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുന്ന സമയത്തെടുത്തു എന്നൊക്കെയുള്ളത് അത് വസ്തുതാവിരുദ്ധമാണ് എന്നതിന്റെ രേഖകൾ പുറത്തു വന്നു. പിന്നീട് ഈ ഡോക്ടേഴ്സിന്റെ കാര്യം, ഡോക്ടേഴ്സിനെ വിട്ടു നൽകില്ല എന്ന് പറയുന്നത് അതൊരു കത്ത് എന്ന രീതിയിലേക്ക് ദേവസ്വം കമ്മീഷണർക്ക് അയച്ചതാണ്, അതല്ലാതെ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞതല്ല എന്നത് അതിന്റെ വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു. ഒപ്പം K മുരളീധരൻ പല കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട്. തൊരപ്പൻ പണി എന്ന പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ടുള്ള വിമർശനമൊക്കെയാണ് നമ്മൾ കേട്ടത്. അത് നിപ്പയുടെ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ സ്ഥിരീകരണം കൃത്യമായി തനിക്ക് ആ വിവരം നൽകാതെ അത് മൂടിവെച്ചു എന്ന രീതിയിലേക്കൊക്കെ. ഏതായാലും ഈ പറഞ്ഞ കാരണങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏത് തരത്തിലേക്കാണ് ഇതൊരു വലിയ തിരിച്ചടി എന്നതിനപ്പുറത്തേക്ക് ഇത്തരം നിസാരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയെ നീക്കുന്നു, അത് തരം താഴ്ത്തലാണ് അവർക്കുണ്ടായത് എന്നൊക്കെയുള്ളത്. അതിനെ ഏത് തരത്തിലേക്ക് ഇനി രാഷ്ട്രീയമായി വിശദീകരിക്കാൻ സർക്കാരിന് കഴിയും? റിനു, അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടലിൽ കൂടി ഇത് പോയി എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം LDF സർക്കാർ നിയമിച്ച ഒരു ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ UDF അധികാരത്തിലേക്ക് വരുന്ന സ്വാഭാവികമായും അത്തരത്തിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ളൊരു കാരണങ്ങളില്ലാതെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അവർ പറഞ്ഞ കാരണങ്ങളെല്ലാം തന്നെ പൊളിയുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിലെ ഡോക്ടർമാരെ നൽകില്ല എന്ന് പറഞ്ഞ കാര്യം 15 ദിവസം അവധിയെടുക്കുവാൻ വേണ്ടി ഒരു തീരുമാനം. പക്ഷെ മന്ത്രി അതാണ് കാരണമെന്നുള്ളത് ഒരു കാരണവശാലും
കാരണവശാലും പറഞ്ഞിട്ടില്ല. സർക്കാരുമായി ഒരു സഹകരണ മനോഭാവമില്ല എന്നുള്ളത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 15 ദിവസത്തെ അവധിയെടുത്തു എന്നുള്ളത് കെ മുരളീധരൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും ഈ അത്തരമൊരു ആക്ഷേപമാണ് ഉയർന്നു വന്നത്. അവർ അപ്പോൾ തന്നെ ഈ ലീവിന് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം, അവർക്ക് ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ 2.5 ദിവസത്തെ അവധി മാത്രമാണ് ചോദിച്ചത് എന്നുള്ള ഒരു ചില വിവരങ്ങളൊക്കെ തന്നെ രേഖാമൂലം തന്നെ അത് പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ UDF-ന്റെയും ഒപ്പം ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ തന്നെ ചില വാദങ്ങൾ പൊളിയുന്നൊരു തരത്തിലേക്ക് സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ആരോഗ്യ വകുപ്പിനേറ്റ വലിയൊരു തിരിച്ചടി, സംസ്ഥാന സർക്കാരിനേറ്റ വലിയൊരു തിരിച്ചടി, ഉന്നത തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയെ കൃത്യമായിട്ടുള്ള കാരണങ്ങളില്ലാതെ സ്ഥലം മാറ്റുന്ന നടപടിയിലേക്ക് പോയി. എന്തായാലും ഇത്തരം ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുമ്പോൾ സാധാരണയായി ഈ ട്രൈബ്യൂണലിലാണ് ഇത്തരത്തിൽ അപേക്ഷകൾ, ഹർജികൾ ആദ്യം നൽകേണ്ടുന്നത്. ആ ഒരു നടപടിയിലേക്ക് നിയമപരമായി തന്നെയാണ് KJ റീന പോയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയിലേക്ക് ട്രൈബ്യൂണൽ പോവുകയും ചെയ്തു. ഇനി അതേ സ്ഥാനത്തേക്ക് തിരികെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ റിനു? തീർച്ചയായും ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തേക്ക് അവർക്ക് തിരികെ വരാം എന്നുള്ളതാണ് ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവർ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ വന്നു കഴിഞ്ഞാലും ആരോഗ്യവകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, സർക്കാർ ഇവരുമായൊക്കെ തന്നെ ഈ ഒരു അകലം പാലിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. വകുപ്പിൽ അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു. കാരണം പകർച്ചവ്യാധികളൊക്കെ തന്നെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം, സംസ്ഥാനത്ത് നിപ്പയും കോളറയും മലേറിയയും ഒക്കെ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറും ആരോഗ്യവകുപ്പ് മന്ത്രിയും സർക്കാരും തമ്മിൽ ഒരു അകലം പാലിച്ചാൽ അത് ആരോഗ്യ മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ KJ റീന ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു, ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിയമവ്യവസ്ഥയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഡോക്ടർ അസീനയ്ക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പോസ്റ്റിൽ പറയുന്നത്. എന്തായാലും നിലവിൽ അനുകൂലമായിട്ടുള്ള ഒരു വിധി KJ റീനയ്ക്ക് വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനും ആരോഗ്യ വകുപ്പിനും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയും ചെയ്യുകയാണ്. അനുജ, പ്രജിത്ത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കാണ് സ്വാഭാവികമായും ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥർ പോകുന്ന ഒരു രീതി അത് തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആ നടപടി സ്റ്റേ ചെയ്തിരിക്കുന്നു. കാരണങ്ങൾ അത് ഒരു കാരണവശാലും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല എന്നുള്ളത് അത് നമുക്കൊക്കെ പോലും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.